നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് ദുബായിലെ തൊഴിലാളികളുടെ പേരിലുള്ള ഇൻഷുറൻസ് തുക സ്പോൺസർ വഹിക്കണമെന്ന ഉത്തരവ് പുറത്തു വന്നു കഴിഞ്ഞു. കമ്പനി അടച്ചുപൂട്ടുന്ന സാഹചര്യത്തിലും തൊഴിലാളികൾക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് പുതിയ ഇൻഷുറൻസ് സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് അധികൃതർ രംഗത്തെത്തിയത്. ഇത് പ്രകാരം 20,000 ദിർഹം വരെയാണ് ഇൻഷുറൻസ് ഇനത്തിൽ സ്പോൺസർ വഹിക്കേണ്ടി വരിക. അതോടൊപ്പം തന്നെ നേരത്തെ കമ്പനി അടച്ചുപൂട്ടുകയോ പാപ്പരാവുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയത്തിൽ അടച്ച സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ നിന്നാണ് ഇതുവരെ തൊഴിലാളികൾക്കുള്ള പണം ഈടാക്കി വന്നിരുന്നത്. ഇപ്പോൾ ഇതിന് പകരമായാണ് 20,000 ദിർഹം വരെയുള്ള ഇൻഷുറൻസ് സ്പോൺസർമാർ വഹിക്കണമെന്ന് നിർബന്ധമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ തുക അടയ്ക്കാൻ സാധിക്കാത്ത തൊഴിലുടമകൾക്ക് 3,000 ദിർഹം സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് സംവിധാനം തുടരാം. ഇതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം പുതിയ ഇൻഷുറൻസ് പദ്ധതി തൊഴിലാളിയുടെ വിസ പുതുക്കുന്ന അവസരത്തിൽ മാത്രം സ്പോൺസർമാർ തിരഞ്ഞെടുത്താൽ മതിയെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കമ്പനി പൂട്ടുകയോ തൊഴിലാളികൾക്ക് അർഹമായ തുക നൽകാൻ സ്പോൺസർക്ക് ശേഷിയില്ലാതാവുകയോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇൻഷുറൻസ് തുക വിനിയോഗിക്കുന്നത്. ഇൻഷുറൻസ് തുക അടയ്ക്കുന്ന സ്ഥാപനങ്ങൾക്ക് തൊഴിലാളികളുടെ പേരിലുള്ള 3,000 ദിർഹം ബാങ്ക് ഗ്യാരണ്ടി തിരിച്ചു നൽകുകയും ചെയ്യും. തൊഴിലാളികളുടെ അവകാശങ്ങൾ നൽകിയെന്ന് ഉറപ്പാക്കിയ ശേഷമാകും വിസ റദ്ദാക്കുന്ന തൊഴിലാളിയുടെ പേരിലുള്ള ഇൻഷുറൻസ് തുക തിരിച്ചു നൽകുക എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫെഡറൽ സർക്കാർ സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്കായാണ് തൊഴിലില്ലായ്മ ഇൻഷുറൻസ് പദ്ധതി UAE ആവിഷ്കരിച്ചത്. അതേസമയം തൊഴിൽ നഷ്ടത്തിനെതിരെ ഇൻഷുറൻസ് ചെയ്തവർക്ക് മറ്റൊരു തൊഴിലവസരം കിട്ടുന്നതുവരെ നിശ്ചിത സമയത്തേക്ക് ഒരു തുക നഷ്ടപരിഹാരമായി നൽകുന്നതാണ് ഈ പദ്ധതി. UAE പൗരന്മാരും പ്രവാസികളും പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും. തൊഴിലാളിയുടെ ശമ്പളത്തിന്റെ 60% കണക്കാക്കിയാണ് മാസം പരമാവധി 20,000 ദിർഹം നഷ്ടപരിഹാരമായി കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്ത് നികുതി അടയ്ക്കുന്നതിനുള്ള ഈ ദിർഹം സംവിധാനം നിർത്തലാക്കിയതായി UAE ഫെഡറൽ ടാക്സ് അതോറിറ്റി അറിയിച്ചു. ഒക്ടോബർ 30 മുതൽ ഈ സംവിധാനം നിർത്തിയതായാണ് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. പകരം ഫസ്റ്റ് അബുദാബി ബാങ്കിന്റെ സ്മാർട്ട് പേയ്മെന്റ് സംവിധാനമായ മഗ്നത്തി വഴിയാണ് നികുതി അടയ്ക്കേണ്ടതെന്നും അതോറിറ്റി അറിയിച്ചു. ഫെഡറൽ ടാക്സ് അതോറിറ്റി ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാത്തതും കാര്യക്ഷമവുമായ പേയ്മെന്റ് സേവനം ഉറപ്പാക്കുന്നതിന് പുതുതലമുറ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഓൺലൈൻ പേയ്മെന്റുകൾക്കായി വിപുലമായ സോഫ്റ്റ്വെയർ പരിഹാരമാണ് മഗ്നത്തി നൽകുന്നത്. മഗ്നത്തി സ്മാർട്ട് പേയ്മെന്റ് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് അവരുടെ നികുതി ബാധ്യതകൾ ആ പ്ലാറ്റ്ഫോം വഴി അടയ്ക്കാൻ സാധിക്കുമെന്ന് ഫെഡറൽ ടാക്സ് അതോറിറ്റി അറിയിച്ചു.